50 വർഷങ്ങൾ പിന്നിട്ട ഇടുക്കി ജില്ല, 20 ഡാമുകൾ, 8 വന്യജീവി സങ്കേതങ്ങൾ, പിന്നീട് വന്ന മറ്റ് വന വിജ്ഞാപനങ്ങൾ എല്ലാം കൊണ്ട് ഇന്ന് ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അവിടെ. ഇന്ന് നമ്മോടൊപ്പം അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് ഇടുക്കിയുടെ വികസന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്ന ശ്രീ മാത്യു ജോസ് ആറ്റുപുറം. അദ്ദേഹം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ മൂന്നാർ ഡിവിഷനിൽ നിന്നും ഇത്തവണ ജനവിധി തേടുന്നു. രണ്ടാമത്, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഇടുക്കിയുടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന അതിജീവന പോരാട്ട വേദിയുടെ ചെയർമാൻ ശ്രീ റസാഖ് ചോറുവേലി. ഇവർ രണ്ടുപേരുമാണ് ഇടുക്കിയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഇന്നുള്ളത്. ഈ മാത്യു ജോസ് ആറ്റുപുറം പൊതുപ്രവർത്തന രംഗത്ത് ഒരു വേറിട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം ഇടുക്കിയുടെ വിഷയങ്ങളിൽ തൂലിക ചലിപ്പിച്ചിരിക്കുന്ന അത്രയും മറ്റൊരു പൊതുപ്രവർത്തനം ഇടുക്കിയിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇടുക്കിയാണെന്നൊക്കെ പറയുമ്പോഴും ഇടുക്കിയുടെ പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ന് ഇടുക്കിയിലെ ജനജീവിതം താറുമാറാക്കിയിരിക്കുന്ന അവസ്ഥയാണ്. ശരിക്കും മാത്യു സാറേ, എന്താണ് ഇടുക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും വിഭവ സാധ്യതയുള്ളതും ഏറ്റവും സുന്ദരവുമായ ഭൂമിയാണ് ഇടുക്കി. പക്ഷേ ഇടുക്കിക്കെതിരെ ഏതോ നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതണം. കാരണം ഇടുക്കിയിലെ ജനങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്. അവരുടെ ഭൂമിക്ക് അവരുടെ അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ നിർമ്മിതികൾ അതിൽ അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാവി വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ കഴിയാത്ത ഒരു നിയമം സർക്കാർ അവർക്കെതിരെ സൃഷ്ടിച്ചിരിക്കുന്നു. പലരും ഇടുക്കി ജില്ലയിൽ നിന്ന് കുടിയിറങ്ങേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ 140 വർഷമായി അടിമത്തം അനുഭവിക്കുന്ന ഒറ്റമുറി ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നു. ഇത് കൃത്യമായും ഒരു സർക്കാരും ഇവിടുത്തെ സംവിധാനങ്ങൾ പരിഹരിക്കേണ്ട വിഷയമാണെങ്കിലും അത് സങ്കീർണമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇടുക്കി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശ്രീ റസാഖ് ചോറുവേലി, ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ നിർമ്മാണ നിരോധനവും ഈ ഭൂനിയമ ഭേദഗതിയും ഈ വനവിജ്ഞാപനങ്ങളും ഒക്കെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് അങ്ങേക്ക് തോന്നുന്നു? വ്യക്തമായ വിദേശ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ലെവലിൽ നടത്തുന്ന ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇടുക്കി ഈ പ്രശ്നങ്ങളെല്ലാം അടിസ്ഥാനവും ഇത് തന്നെയാണ്. അക്കാര്യത്തിൽ ഫോറസ്റ്റ് എന്ന കാഴ്ചപ്പാടാണ് പൊതുവെ നമ്മൾ പങ്കുവെക്കാറുള്ളത്. സത്യത്തിൽ ഈ ജനതയെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് റവന്യൂ വകുപ്പിനെ ഉപയോഗിച്ചാണ്. ആ റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ ഫോറസ്റ്റും റവന്യൂവും ഇടുക്കിയിൽ രണ്ടല്ല ഒന്നാണ് എന്ന വസ്തുതയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മാണം അടക്കം നിരോധിക്കുന്ന, കരണ്ട് നൽകുന്നതും നിരോധിക്കുന്ന അതിമാരകമായ നിയമങ്ങൾ കൊണ്ട് പല പഞ്ചായത്തുകളും നമ്മളെ വേട്ടയാടുമ്പോൾ അതിനപ്പുറത്തേക്ക് മൂന്നാർ അതോറിറ്റി എന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ആ അതോറിറ്റി പ്രദേശത്ത് കൃഷി പോലും ചെയ്യുന്നത് വലിയ ഗുരുതര കുറ്റമായി മാറുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. 9 പഞ്ചായത്ത് പ്രദേശങ്ങൾ വിജ്ഞാപനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റ് ലെവൽ പരിസ്ഥിതി അതോറിറ്റി മുന്നോട്ട് വരുന്ന കാലത്ത് അവരുണ്ടാക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ അവിടെ ഈ കൃഷി പോലും ചെയ്യാൻ പറ്റൂ. അവിടെ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷന്റെ തന്നെ ആവശ്യമില്ല, പഞ്ചായത്ത് തന്നെ ആവശ്യമില്ല. അത് പരിസ്ഥിതിവാദികളുടെ കസ്റ്റഡിയിൽ പോകുന്ന വിജ്ഞാപനത്തിൽ എത്തപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ദുരന്ത നിവാരണ നിയമം 15 പഞ്ചായത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഒരേ പ്രദേശത്തേക്ക് അനവധി നിയമക്കുരുക്കുകൾ കൊണ്ടുവന്ന് ശ്വാസം മുട്ടിച്ച് ഈ ആളുകളെ പുറഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിസ്സഹായാവസ്ഥയിൽ നോക്കിക്കുന്ന ഇടുക്കിക്കാർ നാളുകളിൽ അവരിലേക്ക് എത്താൻ പോകുന്ന ഒരു മാരക നിയമക്കുരുക്കാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് അങ്ങേക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും അവര് ഒരു പരിധി വരെ നിസ്സഹായത. ഒന്ന്, സംസ്ഥാന രാഷ്ട്രീയത്തിന് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനടുത്ത് 1.5 പതിറ്റാണ്ടായി സ്റ്റേറ്റ് രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യ സ്വഭാവം മാറിയിരിക്കുന്നു എന്നാണ് ഞങ്ങളെ പോലുള്ളത് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും മറ്റ് പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വിഷയങ്ങളെ ചർച്ചാ വിധേയമാക്കി സ്റ്റേറ്റ് ലെവലിൽ അത് അഡ്രസ് ചെയ്ത് പരിഹരിക്കുന്ന ഒരു സിസ്റ്റം രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ആ സ്ഥിതിവിശേഷത്തിൽ നിന്നും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്നോട്ട് പോയിരിക്കുന്നു. അവർ പറയുന്നത് അടിച്ചേൽപ്പിച്ച് നടപ്പാക്കുന്ന, പ്രത്യേകിച്ച് പിണറായി പോലുള്ള ആളുകൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന വിഷയങ്ങളെ
വെളുപ്പിച്ച് ഇവര് ആളുകൾക്കിടയിൽ നന്മയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അതിനെ എതിർക്കുന്ന രാഷ്ട്രീയം ഇപ്പോ ഇടുക്കിയിൽ നിലവിലില്ല. അത് ബോധപൂർവവും അല്ലാതെയും ഭയപ്പാട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഭയപ്പെട്ട് ഒഴിയുന്ന സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രീ മാത്യു ജോസ്, ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മൂന്നാർ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന അങ്ങേക്ക് എന്ത് പ്രതീക്ഷകളാണ് അവിടുത്തെ വോട്ടർമാർക്ക് നൽകാറുള്ളത്? ഇടുക്കി ജില്ലയിലെ 17 ജില്ലാ ഡിവിഷനുകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും. സാധാരണയായി ഒരു ഡിവിഷനിൽ തെരഞ്ഞെടുക്കുന്ന ആള് ആ ഡിവിഷന്റെ മാത്രം പ്രതിനിധിയാണ് എന്നൊരു ചിന്തയുണ്ട്. അത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തെറ്റാണ്. പല മണ്ഡലങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ മുഴുവൻ ആ ജില്ലയുടെ പ്രതിനിധികളാണ്. ജില്ലയിലെ പ്രശ്നങ്ങൾ നമ്മൾ ഒന്നായി കണ്ടുകൊണ്ടാണ് പരിഹരിക്കേണ്ടത്. പക്ഷെ മൂന്നാർ ഡിവിഷനിൽ പ്രത്യേകമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കിട്ടുന്ന ഫണ്ട് വെച്ചുള്ള ചെറിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് അല്ല കാര്യം. ആ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും പ്രതിനിധീകരിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം. അത് നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ അങ്ങനെ ഒരു ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് സൃഷ്ടിക്കപ്പെടണം എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മൂന്നാർ ഡിവിഷൻ എന്ന് പറയുന്നത് 2-3 വിഭാഗം ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരു പ്രദേശത്ത് കാർഷിക മേഖലയാണ്, ഒരു പ്രദേശത്ത് തോട്ടം മേഖലയാണ്, ഒരു പ്രദേശത്ത് ആദിവാസികളാണ്. 4 പഞ്ചായത്തുകൾ ഉള്ളതിൽ 4 പഞ്ചായത്തുകളിലും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഏറ്റവും ഗുരുതരമായ ഒരു വിഷയവും കേരളം ശ്രദ്ധിക്കാത്ത ഒരു വിഷയവും മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ വിഷയമാണ്. 140 വർഷമായി അടിമത്തത്തിലാണ് അവർ കഴിയുന്നത് എന്ന് പറയുന്നത് ഒരു അതിശയോക്തിയായി കരുതാമെങ്കിലും സ്വന്തമായി 1 സെന്റ് ഭൂമി 140 വർഷമായി കേരളത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്തവർ ആണ് അവര്. KDHP കമ്പനി എന്ന് പറയുന്ന നമ്മുടെ ടാറ്റ കമ്പനിയുടെ ഭാഗമാണെങ്കിൽ പോലും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മിനിമം കൂലി അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട വേരിയബിൾ DA പ്ലാന്റേഷൻ മേഖലയിൽ മാത്രം നിഷേധിക്കപ്പെടുന്നതിന് മൂന്നാറിലെ തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച് ഈ PLC കമ്മിറ്റി, പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ അംഗമായ തൊഴിലാളി നേതാക്കൾ മാനേജ്മെന്റുമായി ചേർന്ന് ലേബർ കമ്മീഷണറുമായി ചേർന്ന് അവർക്ക് വേരിയബിൾ DA നൽകേണ്ട എന്ന് നിശ്ചയിക്കുകയും അത് തടയപ്പെടുകയും ചെയ്തു. നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട അവകാശമാണത്. 1971 KDH നിയമം എന്ന് പറയുന്നത് ഈ മൂന്നാർ ഡിവിഷനിലെ 80% പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. KDH നിയമത്തിലൂടെ ഭൂമി ഏറ്റെടുത്തത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ്. അത് ഭൂരഹിതരായ ആൾക്കാർക്ക് വിതരണം ചെയ്യണം. ആ ഭൂരഹിതരായ ആൾക്കാർക്ക് വിതരണം ചെയ്യുമ്പം ആ ചട്ടത്തിൽ പറയുന്നുണ്ട്, 1ാം പരിഗണന നൽകേണ്ടത് ആ വില്ലേജിനാണ്, 2ാമത്തെ പരിഗണന ആ താലൂക്കിനാണ്, 3ാമത്തെ പരിഗണന ആ ജില്ലയ്ക്കാണ്. അതായത് മൂന്നാറിലെ ഭൂരഹിതരായ തമിഴ് തോട്ടം തൊഴിലാളികൾക്കും ആദിവാസികൾക്കും ലഭിക്കേണ്ട ഭൂമി സുപ്രീം കോടതി അങ്ങനെയേ നൽകാൻ കഴിയൂ എന്ന് വ്യക്തമായ വിധി പറഞ്ഞ ഭൂമി അവർക്ക് നിഷേധിച്ചുകൊണ്ട് വനമാക്കി മാറ്റാൻ വേണ്ടി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. എടമലക്കുടിയിലെ ആദിവാസികൾ ഇപ്പൊ ഭൂമിയില്ലാത്ത വനാവകാശ രേഖ മൂലം കഴിയേണ്ടവരാണ്. ആ ഒരു പഞ്ചായത്തിലേക്ക് ഒരു റോഡ് വെട്ടാൻ പോലും വനം വകുപ്പ് അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് ഈ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രദേശവും. മൂന്നാറിൽ ഒരു പ്രത്യേക അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് പഞ്ചായത്ത് രാജ് നിയമത്തിന് അല്ലെ 73ാം ഭരണഘടനാ ഭേദഗതിക്ക് വിരുദ്ധമാണ്. ഭരണഘടനാ ഭേദഗതി അധികാരം പ്രാദേശിക സർക്കാരുകൾക്ക് നൽകാനാണ്. അത് ഏതൊക്കെ അധികാരങ്ങൾ നൽകുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടിക അത് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കെട്ടിട നിർമ്മാണവും നിയന്ത്രണവും പഞ്ചായത്തുകളുടെ അധികാരമാണ്. അത് ആ പഞ്ചായത്തുകളിൽ നിന്ന് ഏറ്റെടുത്ത് മറ്റൊരു അതോറിറ്റിക്ക് കൈമാറിയിട്ട് അതിൽ പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതികളാണ് ഈ മൂന്നാർ ഡിവിഷനിൽ കീഴിലുള്ളത്. അതിനേക്കാൾ ഗുരുതരമാണ് മൂന്നാറിൽ നിത്യ ദുരന്ത നിവാരണ നിയമം എന്ന് പറഞ്ഞു. ദുരന്ത നിവാരണ നിയമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദുരന്തമുണ്ടാകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. പക്ഷേ ആ പ്രദേശത്തെ 10-12 പഞ്ചായത്തുകൾ നിത്യമായി ദുരന്തബാധിത നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ജനതയോട് ചെയ്യുന്ന വിവേചനമാണ്. അവരുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കലാണ്. അവർക്ക് ഒരു കെട്ടിടങ്ങളും നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. കേരളത്തിലെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ആ പ്രദേശത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രണ്ടാമതായി ഈ നിയന്ത്രണങ്ങൾ ഇടുക്കി ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇടുക്കി ജില്ല മാത്രമല്ല, ഇടുക്കിയിൽ നിന്ന് വേർപെട്ടു പോയ
കുട്ടമ്പുഴ പോലെയുള്ള പ്രദേശങ്ങളും ഇത്തരം നിയന്ത്രണങ്ങളുടെ ഇടയിൽ വരുന്നു. ഇതെല്ലാം കേരളത്തിലെ ഒരു വിഷയമായി ഉയർത്തേണ്ടതും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പരിഹരിക്കേണ്ടതും ഒരു ജനപ്രതിനിധിയുടെ അല്ലെ ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയാണ്. അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ബാധ്യതയാണ് അവിടെ മത്സരിക്കുന്നതിലൂടെ ഞങ്ങൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസാഖ് ചൂരവേലി, സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന അങ്ങേപ്പോലെയുള്ള പൊതുപ്രവർത്തകരെ സാമൂഹ്യ വിരുദ്ധരായി ചിത്രീകരിക്കുന്ന ഒരു പുതുപുത്തൻ രാഷ്ട്രീയമാണ് ഇടുക്കിയിൽ പരീക്ഷിക്കുന്നത്. അത് ശരിക്കും ഒരു ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഡിഫൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രാഷ്ട്രീയ മേഖല ഒരു വിശ്വാസം കൊണ്ട് നിലനിൽക്കുന്നതാണ് മതം, രാഷ്ട്രീയം ഇതെല്ലാം. ആ വിശ്വാസ തകർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തെ അതിജീവന പോരാട്ട വേദിയുടെ പ്രവർത്തനങ്ങൾ എന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ജനതയെ ഈ നുണക്കഥകളിലൂടെ നിരന്തരം വഞ്ചിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു സന്ദേശം ഈ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഈ നിലപാടിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയം എന്നത് ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം നിയമ കുരുക്കുകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. അത് ഭീഷണി കൊണ്ടൊന്നും ഇനിയുള്ള കാലം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ഒരു ഭീതി തന്നെയാണ്. ആ ഭീതി പരിഹരിക്കാൻ ഞങ്ങളെ ഇല്ലായ്മപ്പെടുത്തലല്ല, ഈ വിഷയം പരിഹരിക്കാൻ മാത്രമാണ് വഴി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മാത്യു സാറേ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധി ആകുക എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമാണ്. അങ്ങ് ഇതിനു മുമ്പ് ജനപ്രതിനിധി ആയിരുന്നതാണ്. എന്നാൽ വിജയിച്ചു വരുന്ന ജനപ്രതിനിധികൾക്ക് കില പോലെയുള്ള സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് കൊടുത്ത് പരിശീലകനായിട്ടുള്ള അങ്ങേക്ക് ഇടുക്കി ജില്ലയിൽ നിന്നും പ്രത്യേകിച്ച് ജയിച്ചു വരുന്ന ജനപ്രതിനിധികളോട് എന്ത് സന്ദേശമാണ് പങ്കുവയ്ക്കാറുള്ളത്? ഞാൻ മുൻപും ക്ലാസ്സുകളിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു ജനപ്രതിനിധിയായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആള് സ്കൂളിൽ ആദ്യം ചേർക്കുന്ന ഒരു കുട്ടിയുടെ കൗതുകത്തോടു കൂടി വേണം അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തിലേക്ക് ചെല്ലാൻ. അവിടെ എന്ത് നടക്കുന്നു, നമുക്ക് എന്ത് അധികാരങ്ങളാണ് നൽകിയിരിക്കുന്നത്, ജനങ്ങളുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമുക്ക് അതിലൂടെ കഴിയുന്നത്, എങ്ങനെയാണ് ജനങ്ങളെ സഹകരിപ്പിച്ച് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് എന്ന് നോക്കലാണ് അവരുടെ ജോലി. പക്ഷേ പലപ്പോഴും സർക്കാരിൽ നിന്ന് നൽകുന്ന ഫണ്ട് വീതം വെക്കുകയും അത് വികസന പ്രവർത്തനമായി ഫ്ലക്സ് അടിച്ച് പരസ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ജനപ്രതിനിധികൾ അനുവദിച്ച ഫണ്ട് എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെക്കുന്നത് സ്വന്തം അറിവുകേടാണ് എന്ന് മനസ്സിലാക്കാൻ പോലും നമ്മുടെ ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല. ഒരു പദ്ധതിയും ജനപ്രതിനിധിക്ക് സ്വന്തമായി തീരുമാനിക്കാൻ കഴിയില്ല. അത് തീരുമാനിക്കേണ്ടത് ഗ്രാമസഭയാണ്. പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനമല്ല. ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യമാണ് പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്നത്. അവിടെ തീരുമാനമെടുക്കേണ്ടത് ഗ്രാമസഭയാണ്. ജനങ്ങൾ ഒന്നിച്ചാണ്. ജനങ്ങളെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക എന്ന ജോലിയാണ് ജനപ്രതിനിധികൾക്കുള്ളത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഉണ്ടായ പരാജയമാണ്. കേരളം പ്രാദേശിക പഠനത്തിൽ ഒട്ടേറെ മുന്നേറിയെന്ന് പറയുമ്പോഴും പഞ്ചായത്തുകൾക്ക് നൽകിയ അധികാരങ്ങൾ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ഈ ജനപ്രതിനിധികൾ പോലും ബോധവാന്മാരല്ല. കേരളത്തിൽ നടന്ന EMS ഭവന പദ്ധതി, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി, പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള അധികാരം അത് പഞ്ചായത്തുകൾക്ക് നൽകിയതാണ്. അത് സർക്കാർ ഒരു ചെറിയ വിഹിതം മാത്രം മുടക്കി സർക്കാരിന്റെ പദ്ധതിയായി അവതരിപ്പിക്കുമ്പോൾ അതിന് പണി പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ ആക്ഷേപം കേൾക്കുന്നതോ സമയത്ത് പണം നൽകാത്തതിന്റെ പേരിൽ ആക്ഷേപം കേൾക്കുന്നതോ ഒക്കെ പഞ്ചായത്താണ്. ഇനി മറ്റൊരു കാര്യം, ഒരു പഞ്ചായത്ത് കടമെടുക്കണോ എന്ന് വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പഞ്ചായത്തിനാണ് അധികാരമുള്ളത്. പക്ഷെ പഞ്ചായത്തിനെ നിർബന്ധമായി കടക്കണിയിൽപ്പെടുത്തുകയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നടന്നിരിക്കുന്നത്. പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന പണം മുഴുവൻ അവർക്ക് വേണ്ടി ഈ പദ്ധതിക്ക് വേണ്ടി തിരിച്ച് അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതായത് പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. പണ്ടത്തെ പോലെ പട്ടിപിടുത്തവും ശുചീകരണ പ്രവർത്തനവും മാത്രമായി പഞ്ചായത്തിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുകയാണ്. അതിനെക്കുറിച്ച് കേരളത്തിലെ പഞ്ചായത്തുകൾ ആ ബോധ്യത്തിൽ എത്തുകയും അവരുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കുകയും ചെയ്യാൻ കഴിയണം. അതിന് കഴിയുന്നവരായ ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. രാഷ്ട്രീയ അടിമകളെ തിരഞ്ഞെടുക്കാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇടുക്കിയിലെ രാഷ്ട്രീയ മുന്നണി സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോയിടത്താണല്ലോ അതിജീവന പോരാട്ട വേദിയും അതുപോലെയുള്ള മറ്റു കർഷക സംഘടനകളും ഒക്കെ നിരന്തരം സമരമുഖത്ത് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇനിയും മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ മുമ്പോട്ട് പോയാൽ
അത് ഇടുക്കി ജില്ലയുടെ ഭാവിയെ അവതാളത്തിലാക്കും എന്നുള്ള ഒരു ഭയം നിങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കയുണ്ട്, നിരാശയുമുണ്ട്. എന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യത്തിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല. കാരണം അഭിമാന ബോധത്തോടെ ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കുക എന്നതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ പോരാട്ടം അതിന്റെ എല്ലാ അർത്ഥത്തിലും തുടരും. അക്കാര്യത്തിൽ ഈ വിദേശ ശക്തികൾ അടങ്ങുന്ന വലിയൊരു സംഘത്തോടാണ് ഏറ്റുമുട്ടുന്നതെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ സിനിമ ഫ്രാൻസിസ് അടക്കമുള്ള സംഘടനകളുടെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ലെവലിൽ നടത്തിയിട്ടുള്ള വിവിധ സംഘടനകളുടെ സഹായത്തോടെ ഈ കാര്യത്തിൽ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ ഇത്തരം സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിരോധ നില കെട്ടിപ്പടുക്കാൻ സ്റ്റേറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും കൂടിയ ഘട്ടത്തിലേക്ക് വരും നാളുകളിൽ ഈ സംഘടനകളും എത്തും. അതുകൊണ്ട് തന്നെ ആ ആശങ്കയും നിരാശയ്ക്ക് അപ്പുറം വലിയ മാറ്റത്തിന് നാട് തയ്യാറെടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറയുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പം ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ശ്രീ മാത്യു ജോസ് ആറ്റുപുറം, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലം ഇടുക്കി ജില്ലയിലെ സമരമുഖത്ത് ഒരു പൊതുസമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്ന റസാഖ് ജോലിവേദി അതിജീവന പോരാട്ട വേദിയുടെ ചെയർമാൻ, ഇവർ രണ്ടുപേരുമാണ് ഇടുക്കി ജില്ലയുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് പങ്കുവെച്ചത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്രയും തിരക്ക് പിടിച്ച സമയത്തും ഈ ഒരു ഇടുക്കിയുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം സമയം ചെലവഴിച്ച ശ്രീ മാത്യു ജോസ് ആറ്റുപുറത്തിനും ശ്രീ റസാഖ് ജോലിവേദി അതിജീവന പോരാട്ട വേദി ചെയർമാനും സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ.